നമസ്കാരം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ മുതൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ജർമ്മനിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. 7 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജർമ്മനിയിൽ സന്ദർശിക്കാനായി പോകുന്നത്. ഡൽഹിയിലും ബെർലിനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്നാഥ് സിംഗിന്റെ ജർമ്മനിയിലെ സന്ദർശനം. ഏകദേശം 90,000 കോടി രൂപയുടെ അന്തർവാഹിനി കരാറും നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണവുമാണ് ഈ സന്ദർശനത്തിലെ പ്രധാന അജണ്ടകൾ. ഇന്ത്യയുടെ ദീർഘകാല പദ്ധതിയായ പ്രോജക്ട് 751 കീഴിലുള്ള അന്തർവാഹിനി ഇടപാടാണ് പ്രതിരോധ മന്ത്രിയുടെ ജർമ്മൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഏകദേശം $8 ബില്യൺ, അതായത് ഏകദേശം 70,000 മുതൽ 90,000 കോടി രൂപ വരെ ചെലവിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണിത്. ജർമ്മൻ കമ്പനിയായ ടൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം, ഇന്ത്യയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ ചേർന്നാണ് ഇന്ത്യയിൽ വെച്ച് 6 അത്യാധുനിക മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുവാനായി ഈ പദ്ധതിയിലൂടെ ഇന്ത്യയും ജർമ്മനിയും ലക്ഷ്യമിട്ടിരിക്കുന്നത്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയാണ് ഈ അന്തർവാഹിനിയുടെ പ്രത്യേകത. ഇത് അന്തർവാഹിനികൾക്ക് കൂടുതൽ കാലം, അതായത് ഏകദേശം 2 ആഴ്ച വരെ വെള്ളത്തിനടിയിൽ തുടരാൻ സഹായിക്കുന്നതാണ്. കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യകളിലും ജർമ്മനിയുമായി സഹകരിക്കാൻ ഇന്ത്യ താൽപര്യപ്പെടുകയാണ്. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, പ്രതിരോധ മേഖലയിൽ AI ഉപയോഗം, ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയിൽ സംയുക്ത ഗവേഷണം ഇനി വിഷയങ്ങളും പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനത്തിൽ ചർച്ചയാകും. ജർമ്മൻ പ്രതിരോധ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനും സാങ്കേതിക വിദ്യ കൈമാറുന്നതിനും വഴിയൊരുക്കുന്ന ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ഈ സന്ദർശന വേളയിൽ ഒപ്പുവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സന്ദർശന വേളയിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയുമായി ജർമ്മൻ സർക്കാരിന്റെയും മറ്റു മുതിർന്ന നേതാക്കളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് പ്രതിരോധ വ്യാവസായിക സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ഇടപെടലുകൾ ശക്തിപ്പെടുത്തുക, സൈബർ സുരക്ഷ, കൃത്രിമ ബുദ്ധി കൂടാതെ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ ഉയർന്നു വരുന്ന മേഖലകളിലെ സഹകരണം അത് പര്യവേഷണം ചെയ്യുക എന്നിവയിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തന പരിശീലനത്തിൽ സഹകരണത്തിനുള്ള ഒരു നിർവഹണ ക്രമീകരണത്തോടൊപ്പം തന്നെ ഒരു പ്രതിരോധ വ്യാവസായിക സഹകരണം രൂപരേഖയും ഇരു രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെയും ജർമ്മനിയുടെയും പ്രതിരോധ വ്യവസായങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ വഴികൾ തിരിച്ചറിയുന്നതിനും നിലവിലുള്ള പ്രതിരോധ സഹകരണ സംരംഭങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഈ സന്ദർശനം അവസരമൊരുക്കും. സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് അനുസൃതമായി സംയുക്ത വികസനവും അതോടൊപ്പം തന്നെ ഉൽപാദനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജർമ്മൻ പ്രതിരോധ വ്യവസായത്തിലെ പ്രധാന പ്രതിനിധികളുമായി പ്രതിരോധ മന്ത്രി സംവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 7 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജർമ്മനി സന്ദർശിക്കുന്നത് ഇതാദ്യമായിരിക്കും. 2019 ഫെബ്രുവരിയിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ജർമ്മനി സന്ദർശിച്ചപ്പോഴാണ് അവസാനമായി ഇത്തരമൊരു സന്ദർശനം നടന്നത്. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് 2023 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ചതായും രാജ്നാഥ് സിംഗുമായി വിപുലമായ ചർച്ചകൾ നടത്തിയതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമവാഴ്ച, നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര ക്രമത്തോടുള്ള പങ്കിട പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായ ശക്തവും ബഹുമുഖവുമായ തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യയും ജർമ്മനിയും പങ്കിടുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ ഈ പങ്കാളിത്തത്തിന് ഒരു പ്രധാന സ്തംഭമായി പ്രതിരോധ സുരക്ഷാ സഹകരണം ഉയർന്നു വന്നിട്ടുണ്ട്.